റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ മഴ മുന്നറിയിപ്പ് രാവിലെ മിനിസ്റ്റർ സൂചിപ്പിച്ചിരുന്നു. മിനിസ്റ്റർ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് നമ്മൾ വടക്കൻ കേരളത്തിൽ ഇന്ന് രാത്രി ഒന്ന് കരുതിയിരിക്കണമല്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അരുൺ. നേരത്തെ അരുൺ കൃത്യമായി പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിൽ നിന്ന് നന്നായി ഒന്ന് കരുതിയിരിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുവെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ നേരത്തെ നമ്മൾ കണ്ടിരുന്നത് പോലെ ഫെൻഗൽ ചുഴലിക്കാറ്റ് നേരത്തെ അതിതീവ്ര ന്യൂനമർദ്ദമായിരുന്നു. ഇപ്പോൾ അത് ന്യൂനമർദ്ദമായി ഒന്ന് കുറയും എന്ന് കരുതുന്നുണ്ടെങ്കിലും കാസർഗോഡിന്റെ അതിർത്തിയിലൂടെ, അതായത് മംഗലാപുരം മേഖലയിലൂടെ കണ്ണൂരിനും കാസർഗോഡിനും ഇടയിലുള്ള ഭാഗത്തോടു കൂടി ഇന്ന് രാത്രി അത് അറബിക്കടലിലേക്ക് പോകും. പക്ഷേ അങ്ങനെ ഒരു സൈക്ലോൺ സർക്കുലേഷൻ, ഒരു ചക്രവാത ചുഴി, അതുപോലെ തന്നെ ഒരു സൈക്ലോൺ സർക്കുലേഷൻ രൂപപ്പെടുന്നതുകൊണ്ട് അറബിക്കടലിലേക്കുള്ള ഇതിന്റെ പ്രയാണത്തിനിടയിൽ വടക്കൻ മേഖലയിൽ നല്ലതുപോലെ മഴയും കാറ്റും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചുഴലിക്കാറ്റിന്റെ ഫെൻജൽ മുന്നറിയിപ്പാണെങ്കിലും നമുക്ക് അത് ബാധകമാക്കുക പ്രധാനമായിട്ടും കാറ്റിനേക്കാൾ കൂടുതൽ മഴയുടെ രൂപത്തിലാണ്. ഇതിപ്പോ നാളെ രാവിലെ വരെ നിർബന്ധമായും വടക്കൻ കേരളത്തിൽ നല്ല ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകണം. ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടെങ്കിലും അനാവശ്യമായിട്ടുള്ള രാത്രി യാത്രകൾ, പ്രത്യേകിച്ച് മണ്ണിടിയാൻ സാധ്യതയുള്ള മലപ്രദേശത്തെ യാത്രകൾ, അതും പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി ഉള്ളത്, ഇന്ന് വൈകുന്നേരത്തോടെ അത് അറബിക്കടലിലേക്ക് പോയി നാളെ ഏതാണ്ട് 11 മണിയാകുന്നതോടുകൂടി നമ്മുടെ സംസ്ഥാനം വിട്ട് അറബിക്കടലിലേക്ക് പോകുമെങ്കിലും 3 ദിവസത്തോളം ഈ സൈക്ലോൺ സർക്കുലേഷൻ ഏതാണ്ട് അവിടെ തന്നെ അറബിക്കടലിൽ തന്നെ ന്യൂനമർദ്ദമായി രൂപപ്പെട്ട് നിൽക്കും എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളുകളെല്ലാം നല്ല ശ്രദ്ധയുണ്ടാകണം. വടക്കൻ കേരളത്തിലെ കടലും കടൽ തീരവും 3 ദിവസത്തേക്ക് നല്ല ജാഗ്രത പുലർത്തണം എന്നാണ് പൊതുവായ മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് സർക്കാരിന്റെ ഒരു അറിയിപ്പ് ഉണ്ടാകാതെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ലാത്ത വിധത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നിയന്ത്രണാതീതമാണ്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ കെ രാജൻ. മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ജാഗ്രത വേണം. വടക്കൻ കേരളത്തിൽ നാളെ രാവിലെ വരെ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. മാത്രവുമല്ല, ഫെൻജിൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി ഇപ്പോൾ അറബിക്കടലിലേക്ക് ഇന്ന് രാത്രിയോടുകൂടി കടക്കും. പക്ഷേ നാളെ പകൽ വരെ ഇതിന്റെ പ്രഭാവം ഉണ്ടാകും. പക്ഷേ അറബിക്കടലിൽ തുടരുന്ന ഈ തീവ്രമർദ്ദം അല്ലെങ്കിൽ ന്യൂനമർദ്ദം വലിയ കടൽ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തീരദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകം കരുതണം എന്നുകൂടി മിനിസ്റ്റർ പറയുന്നു. മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കടലിൽ പോകരുത്. ബീച്ചുകളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യരുത്. മണ്ണിടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മലയോര മേഖലകളിലേക്കും വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യരുത്. മലയോര മേഖലകളിലും തീരദേശങ്ങളിലുമുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് സർക്കാരിന് വേണ്ടി മിനിസ്റ്റർ കെ രാജൻ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. എല്ലാവരും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. സുരക്ഷിതമായി മാത്രം നിങ്ങൾ യാത്ര ചെയ്യുക. അനാവശ്യമായ എല്ലാ യാത്രകളും ഇന്ന് രാത്രിയിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നിങ്ങൾ ഒഴിവാക്കുക. കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുന്നു. 3 ദിവസം കൂടി ഫെൻജൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം അറബിക്കടലിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയും ഉണ്ട്.